സംസ്ഥാനത്തെ തീരദേശ മേഖലകളിലെ ജനജീവിതം ദുരിതത്തിൽ 2 മഴ പെയ്തപ്പോഴേക്കും കടലോരത്തെ മുഴുവൻ വീടുകളും വെള്ളത്തിലാണ്. വൻകിട കയ്യേറ്റങ്ങൾ നടക്കുന്നതിനാൽ പലയിടത്തും കര കടലെടുക്കുകയാണ്. കടൽക്ഷോഭമുണ്ടായാൽ അതിനെ എങ്ങനെ ചെറുക്കണമെന്ന ആശങ്കയിലാണ് തീരവാസികൾ. കടൽ ഓരോ തവണ ക്ഷോഭിക്കുമ്പോഴും ഇങ്ങനെയാണ്. ഇവർക്ക് പറയാനുള്ളത് ഇത്രമാത്രം. പാർട്ടി വേണ്ട, നമുക്ക് എല്ലാവരും കൂടി ഐക്യമായിട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തു തരാം. വരണ്ട വേലിന് ശേഷം വരുന്ന മഴ ആശ്വാസമാണ്. എന്നാൽ വരുന്ന മഴക്കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരുടെ നെഞ്ചിടിപ്പ് ഉയരുന്നു. ഒരാഴ്ച കൂടുതലായി വെള്ളം കയറി ഇവിടെ ഈ ആൾക്കാർ പിന്നെ പെരുമരവും പോയി കിടക്കണത്. ഞാൻ ഈ കിടാങ്ങളായിട്ട് ഇവിടെ പോകാനാണ്. പലയിടത്തും കടൽ ഭിത്തികളില്ല. ചെറിയ കടൽക്ഷോഭം വന്നാൽ പോലും താങ്ങാനാവുന്നുമില്ല. വൻകിട കയ്യേറ്റങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സർക്കാർ തീരദേശ ജനതയെ വികസനത്തിന്റെ പേരിൽ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് പരാതി. ഒരു സ്ഥലത്ത് കടൽ തടയപ്പെടുമ്പോൾ മറ്റൊരിടത്തേക്ക് കടൽ കയറുക എന്നുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ള തത്വമാണ്. ആഗോള താപനം ഇപ്പം വളരെ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിന്റെ ജലനിരപ്പ് ഉയർന്നുണ്ട്. ഇത് മൊത്തം തീരദേശത്ത് കയറുന്നത്. ദുരിത ജീവിതം താണ്ടാൻ സർക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ പാവങ്ങൾ. 2 മഴ പെയ്തതേയുള്ളൂ, തീരദേശ മേഖലകളിലെ വീടുകൾ വെള്ളത്തിനടിയിലായി. പലയിടങ്ങളിലും കടൽ ഭിത്തികളുമില്ല. ബന്ധപ്പെട്ട അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ വരും മഴക്കാലം ഇവർക്ക് ദുരിതമയമാകും. ക്യാമറ പേഴ്സൺ രാജു പാവർട്ടിക്കൊപ്പം ആതിര അഗസ്റ്റിൻ, മീഡിയ 1, കൊച്ചി.